ഇടുക്കി രൂപത തീർത്ഥാടന കേന്ദ്രവും കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്നതുമായ ഇടുകുമ്പയിൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിശ്വാസികൾ കുരിശുമല കയറുവാൻ എത്തുന്നുണ്ട്. വലിയ നോമ്പിന്റെ 5ാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് രാവിലെ 9:30 മലയടിവാരത്തുള്ള ടൗൺ കപ്പലിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ചപ്പോൾ നിരവധി വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നത്. തുടർന്ന് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് തൊമ്മതിനിപ്പേലും വൈകുന്നേരം നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ വിനോദ് കാനാട്ടും മുഖ്യ കാർമ്മികരായിരുന്നു. ഇടുക്കി രൂപത കാൽനട കുരിശുമല തീർത്ഥാടനം 11-ാം തീയതി വെള്ളിയാഴ്ച ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിന്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിക്കും. വിവിധ മേഖലകളിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിൽ എത്തുന്ന കാൽനട തീർത്ഥാടനം 40-ാം വെള്ളിയാഴ്ച 8 മണിയോടെ മലയടിവാരത്തെത്തുന്നതും തുടർന്ന് കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴിയിലൂടെ മല കയറുന്നതുമാണ്. 1.5 ലക്ഷത്തിലധികം വിശ്വാസികൾ 40-ാം വെള്ളിയാഴ്ച കുരിശുമല ചവിട്ടും. ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്ന് രാവിലെ 6 മണി മുതലും നെടുങ്കണ്ടത്തുനിന്ന് രാവിലെ 7 മണി മുതലും KSRTCയും സ്വകാര്യ ബസ്സുകളും എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതായിരിക്കും. ഇടുക്കി രൂപത യുവജന കൂട്ടായ്മ അംഗങ്ങൾ 7-ാം തീയതി തിങ്കളാഴ്ച കുരിശുമലയിലേക്ക് കാൽനടയായി തീർത്ഥാടനത്തിനെത്തും. വലിയ നോമ്പുകാലത്ത് രാത്രികാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.